മാവോയിസ്റ്റുകൾക്കായി അട്ടപ്പാടിയിലും തിരച്ചിൽ ശക്തമാക്കി. തമിഴ്നാട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. അതേസമയം മാവോയിസ്റ്റുകളെക്കുറിച്ച് ഊരുകളിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നതിന് ഈ മേഖലകളിൽ മൊബൈൽ കണക്ടിവിറ്റി ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം BSNL അധികൃതർക്ക് കത്ത് നൽകി. വയനാട്ടിലെ വെള്ളമുണ്ടയിൽ മാവോയിസ്റ്റുകളുമായി വെടിവെപ്പുണ്ടായ സാഹചര്യത്തിലാണ് അട്ടപ്പാടിയിലെ വനമേഖലകളിൽ പോലീസ് പരിശോധന ശക്തമാക്കിയത്. നിലമ്പൂർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തുടുക്കി ഗലസി ആദിവാസി ഊരുകളിലും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കിണ്ണക്കര മുള്ളി മേഖലകളിലുമാണ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുള്ളത്. മണ്ണാർക്കാട് ശിരുവാണി മേഖലയിലും പരിശോധന നടക്കുന്നുണ്ട്. എന്നാൽ ഊരുകളിൽ മാവോയിസ്റ്റ് പ്രവർത്തകരെത്തിയാൽ ഇവരെക്കുറിച്ച് അപ്പോൾ തന്നെ വിവരം അറിയുന്നതിന് ഈ മേഖലകളിൽ സംവിധാനമില്ലാത്തത് പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. മാവോയിസ്റ്റ് പ്രവർത്തകർ വന്നുപോയതിനു ശേഷം മാത്രമേ പലതും പോലീസ് അറിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിലെ ഉൾപ്രദേശങ്ങളിൽ മൊബൈൽ കണക്ടിവിറ്റി ലഭ്യമാക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ BSNL അധികൃതർക്ക് കത്ത് നൽകി. വാർത്താ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ BSNLനോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയ്ഡുകൾ വേഗത്തിലാക്കാൻ ഈ മേഖലകളിലേക്കുള്ള റോഡ് സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സായുധ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അട്ടപ്പാടിയിലെ വിവിധ ഭാഗങ്ങളിൽ മാവോയിസ്റ്റ് സംഘടന പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഇതിനിടെ അട്ടപ്പാടിയിൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടും പോലീസ് പരിശോധന കർശനമാകാൻ കാരണമായിട്ടുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്.